1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്നാണ് പറയുന്നത്. കൊച്ചു പെൺകുട്ടിയെ ശുചിമുറിയിലിട്ട് പീഡിപ്പിച്ചതാണ് എന്ന് കോടതി കണ്ടെത്തി ശിക്ഷ വിധിച്ചയാളാണ് രാഹുൽ ഈശ്വർ എന്ന് പറയുന്നത്. വഴിയേ പോകുന്നൊരു ഏഴാങ്കൂലിയല്ല, അയാളൊരു അഭിഭാഷകനാണ്. ഭയങ്കര തത്വചിന്തയാണ്. വൈരുദ്ധ്യാത്മക ഭൗതികവാദവും മസ്തിഷ്ക പ്രക്ഷാളനവും ഒക്കെ ഇട്ട് കുഴച്ചെടുത്തിട്ട് കോൺഗ്രസ് നേതാവിനെതിരെ ലൈംഗികാരോപണം വരുമ്പോൾ അയാൾ രാജിവെക്കണമെന്ന് പറയുകയും CPM നേതാവിനെതിരെ ലൈംഗികാരോപണം, CPMന്റെ MLAക്കെതിരെ ലൈംഗികാരോപണം വരുമ്പോൾ അത് പാർട്ടി അന്വേഷിച്ച് കണ്ടെത്തി പരിഹരിക്കുമെന്ന് പറയുകയും എന്നിട്ട് ഇവർ ജഡ്ജിമാരായിരുന്നിട്ട് അങ്ങ് വിധി കൽപ്പിക്കുകയാണ്. അങ്ങനെ വിധി കൽപ്പിക്കാൻ ഇവരാരാണ്? രാഹുൽ മാങ്കൂട്ടത്തിനെതിരായുള്ള വിവാദങ്ങൾ തുടങ്ങിയ കാലം മുതൽ രാഹുൽ ഈശ്വർ രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണച്ചു കൂടെ തന്നെ ഉണ്ടായിരുന്നു. യദു, ശരിക്കും ഈ രാഹുൽ ഈശ്വറിന്റെ ഈ ഒരു പിന്തുണയ്ക്ക് പിന്നിൽ എന്താണ്? അഞ്ജന പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് നമ്മളെ ഈ വിവാദം ഉണ്ടായ സമയത്ത് ലൈംഗിക ആരോപണ വിവാദമാണ്, വെറും വിവാദമല്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ നിരവധി സ്ത്രീകളെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കി എന്ന മട്ടിൽ ദേശാഭിമാനിയിൽ വന്ന ഒരു ഊരും പേരുമില്ലാത്ത വാർത്തയിൽ നിന്നാണ് ഇതിൻ്റെ തുടക്കം. ആ വാർത്തയുടെ തലക്കെട്ട് ഇങ്ങനെയായിരുന്നു: കോൺഗ്രസ്സിലെ ഒരു യുവ നേതാവ് കോൺഗ്രസ്സിലെ തന്നെ യുവതികളെ ശല്യം ചെയ്യുന്നു, പീഡനം നടത്തുന്നു, അതിനെതിരെ കോൺഗ്രസിനുള്ളിൽ വലിയ അമർഷമുണ്ടാകുന്നു, യൂത്ത് കോൺഗ്രസിനുള്ളിൽ വലിയ അമർഷമുണ്ടാകുന്നു എന്ന് പറഞ്ഞിട്ടാണ് ആ വാർത്ത ആദ്യം വരുന്നത്. അതിനുശേഷം അത് വന്നത് ഏതാണ്ട് 6-7 മാസം മുമ്പാണ്. പിന്നെ പതിയെ അതേ ചുറ്റിപ്പറ്റി ഇതാരാണ് ഈ നേതാവ് എന്ന മട്ടിൽ CPM സൈബർ സഖാക്കൾ തന്നെ ചർച്ചകൾ ഇങ്ങനെ കൊണ്ടുവരുന്നു. പിന്നെ അത് ചില ഓൺലൈൻ മാധ്യമങ്ങൾ ഏറ്റെടുക്കുന്നു. അത് കഴിഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിലാണ് എന്ന മട്ടിൽ, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിരവധി പരാതികൾ ഉണ്ടല്ലോ എന്ന മട്ടിൽ അടുത്ത ഘട്ടത്തിലേക്ക് പോകുന്നു. അതും കഴിഞ്ഞ് ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് രാഹുലിൻ്റെ പേര് പറയാതെ ഹൂ കെയേഴ്സ് എന്നൊക്കെ പറഞ്ഞ് ചില വെളിപ്പെടുത്തലുകൾ പോലെ അവരുടെ വായിൽ തോന്നിയത് വിളിച്ചു പറഞ്ഞിട്ട് പോയതോടുകൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ത്രീപീഡകനാണ് എന്ന കൃത്യമായി സെറ്റ് ചെയ്തു വെച്ച അജണ്ട, ആ പ്രചാരണം ആരംഭിക്കുന്നത്. എനിക്ക് തോന്നുന്നു അതിന് ഏതാണ്ട് ഒരു 3 മാസത്തോളം കാലമെടുത്തു. അതിനുശേഷം പൊടുന്നനെയായിരുന്നു. നമ്മൾ ആലോചിച്ച് നോക്കുക, യുവതിയുടെ ഓഡിയോ ക്ലിപ്പ് റിപ്പോർട്ടർ ചാനൽ പുറത്തുവിടുന്നു, അത് മറ്റു മാധ്യമങ്ങൾ ഏറ്റെടുക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ യുവതിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കി, ഗർഭഛിദ്രം നടത്തി എന്നൊക്കെ പറഞ്ഞ് പിന്നെ അങ്ങോട്ട് കഥകളുടെ മേളമായിരുന്നു. അതിനിടയിൽ ഈ ജൂനിയർ ആർട്ടിസ്റ്റ് നീതി തേടിക്കൊടുക്കുന്ന ഝാൻസി റാണിയാണ് എന്ന മട്ടിൽ സൈബർ സഖാക്കൾക്കിടയിൽ ഒരു ഹീറോ പരിവേഷം ഉണ്ടാകുന്നു. ആ ജൂനിയർ ആർട്ടിസ്റ്റ് പിന്നെയും ചാനലുകളിൽ പോയിരുന്ന് എന്തൊക്കെയോ പിച്ചുമ്പയും പറയുന്നു. ആ ജൂനിയർ ആർട്ടിസ്റ്റ് പലയിടത്തും പോയി പല രീതിയിലുള്ള കഥകൾ പറയുന്നു. പക്ഷേ ആ ജൂനിയർ ആർട്ടിസ്റ്റ് തന്നെ പറയുന്നത് എന്താണ്? തന്നെ രാഹുൽ ഒന്നും ചെയ്തിട്ടില്ല, തനിക്കെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല, തന്നോട് ചില മെസ്സേജ് അയച്ചപ്പോൾ താൻ അതിന് മറുപടി കൊടുത്തു, പക്ഷേ തനിക്ക് മറ്റു പലരുടെയും അവസ്ഥ അറിയാം. അങ്ങനെയൊക്കെയാണ് ജൂനിയർ ആർട്ടിസ്റ്റ് പറയുന്നത്. അതായത് അവരെ ഒരു സാക്ഷിയായി പോലും കേസ് നിയമപരമായി എടുക്കുമ്പോൾ ഒരു വാദിയായി പോലും പരിഗണിക്കാൻ കഴിയില്ല. അതാണ് എൻ്റെ യാഥാർത്ഥ്യം. അപ്പോൾ നോക്കുക, വളരെ നാളുകൾ നീണ്ട ഒരു പ്രോസസ്സാണ് രാഹുലിനെതിരായി ഇപ്പോൾ നമ്മൾ കാണുന്ന കേസ്. എനിക്ക് തോന്നുന്നു ഒരു 6, 7, 8 മാസം വരെ നീണ്ടു നിന്നൊരു പ്രോസസ്സാണ്. അപ്പോൾ ഇത്രയും കാലം നീണ്ടു നിന്ന ഒരു 6 മാസ കാലയളവ് എടുക്കും. ഈ 6 മാസ കാലയളവ് നീണ്ടു നിന്ന പ്ലാനിങ്ങും എക്സിക്യൂഷനും പല ഘട്ടങ്ങളിലായി പലരിലൂടെ ഈ കേസിന് വന്നിട്ടുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇതിനകത്തൊരു ഒരു പദ്ധതിയുണ്ട്, ഒരു ഗൂഢാലോചനയുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ തൻ്റെ അഭിഭാഷകൻ മുഖേന മുൻകൂർ ജാമ്യാപേക്ഷ ഹർജി നൽകിയപ്പോൾ അതിൽ പറയുന്ന കാര്യവും ഇത് ആദ്യത്തെ വരി, ആ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ആദ്യത്തെ വരി, ഇതൊരു ഫോൾസ് കേസാണ്, രാഷ്ട്രീയ പ്രേരിതമായി കെട്ടിച്ചമച്ചതാണ്, ശബരിമല സ്വർണ്ണക്കൊള്ളയടക്കം സംസ്ഥാന സർക്കാർ പ്രതിരോധത്തിലാകുന്ന നിരവധി വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള നീക്കമാണ് എന്നാണ് മാങ്കൂട്ടത്തിൻ്റെ അഭിഭാഷകൻ പറയുന്നത്. കേരളത്തിലെ പൊതുജനങ്ങളും ഇതുതന്നെയാണ്. നിഷ്പക്ഷരായിട്ടുള്ള CPMൻ്റെയും BJPയുടെയും അന്ധഭക്തരല്ലാത്ത സാധാരണക്കാരായ സ്ത്രീകൾ, കുടുംബങ്ങൾ, യുവതികൾ, ജനങ്ങൾ, ഒരു വലിയ വിഭാഗം വിശ്വസിക്കുന്നുണ്ട് രാഹുലിനെ കുടുക്കിയതാണ് എന്ന്. അതെ, സാധാരണക്കാർക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ട് എന്താണ് ഇതിന് പിന്നിൽ, അല്ലെ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത്. അതെ, അങ്ങനെ ജനങ്ങൾ സോഷ്യൽ മീഡിയയിലും പൊതുവിടങ്ങളിലുമൊക്കെ ഇങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി സംസാരിക്കാൻ കൂട്ടത്തോടെ രംഗത്ത് വരുന്നതിൻ്റെ കാരണമാണ് രാഹുൽ ഈശ്വർ എന്ന് പറയുന്നത്. ഞാൻ അതിലേക്കാണ് വന്നത്. അതായത് രാഹുൽ ഈശ്വർ എന്തിനു വേണ്ടി ഇത് ചെയ്യുന്നു എന്ന് അഞ്ജന ചോദിക്കുമ്പോൾ ഞാൻ പറയുന്നത് രാഹുൽ ഈശ്വർ ചെയ്തതുകൊണ്ടാണ് ഇപ്പോൾ ഈ കാണുന്നൊരു വലിയ പിന്തുണ രാഹുൽ മാങ്കൂട്ടത്തിനുണ്ടാകുന്നത്. അത് കോൺഗ്രസ്സുകാർ മാത്രമല്ല, അതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.
ഇപ്പോൾ റിപ്പോർട്ടർ ചാനലിൽ അരുൺകുമാർ എപ്പോഴും പറയുന്ന 2 വാക്കുകളാണ്. ഒന്ന്, രാഹുലിൻ്റെ വെട്ടുക്കിളി ഫാൻസ്, അല്ലെങ്കിൽ രാഹുലിന് വേണ്ടി PR വർക്ക് എടുത്ത ജനങ്ങൾ എന്ന്. അതുപോലെ തന്നെ അശ്ലീല യൂട്യൂബർമാർ രാഹുലിനെ പിന്തുണയ്ക്കുന്നുവെന്ന്. ഒരു പോക്സോ കേസിലെ പ്രതിയായിരുന്നു ഈ ഡോക്ടർ അരുൺകുമാർ. ഇയാൾ ആ പോക്സോ കേസിലായിരുന്ന സമയത്ത് കുറച്ചുനാൾ ആ ഓഫീസിലേക്ക് വന്നതേ ഉണ്ടായിരുന്നില്ല. അങ്ങനെ പേടിച്ച് മാറി നിന്നൊരു ചരിത്രം അരുൺകുമാറിനുണ്ട്. വേറെയും കുറേ കഥകളുണ്ട് അരുൺകുമാറിനെതിരെ. അപ്പോൾ ഓരോരുത്തരുടെ പിറകെ അവരുടെ പഴയ കഥകൾ അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ അവരുടെ പല പല കഥകളും പലർക്കും പറയാനുണ്ടാവുമെന്നേ. നമ്മളിതിവിടെ നിയമപരമായിട്ടാണല്ലോ ഒരു കേസിൻ്റെ മെറിറ്റ് എന്ന് പറയുന്നത്, അതിന് നിയമപരമായ വാലിഡിറ്റിയാണ്. അത് നിയമപരമായി എത്രത്തോളം അത് നിലനിൽക്കും, നിയമപരമായി അത് എങ്ങനെ കൈകാര്യം ചെയ്യപ്പെടും, കോടതി എന്ത് നിലപാട് സ്വീകരിക്കും എന്നൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ആ തലത്തിൽ ഒരു നിയമ വിദഗ്ധൻ കൂടിയായ, അല്ലെങ്കിൽ അഭിഭാഷകൻ കൂടിയായ രാഹുൽ ഈശ്വർ ഈ കേസിനെ നിയമപരമായി തന്നെ സമീപിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ രാഹുൽ ഈശ്വർ നടത്തുന്ന ഇടപെടലുകൾ നിയമപരമായി രാഹുൽ മാങ്കൂട്ടത്തിന് വലിയ രക്ഷയായിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഇരയ്ക്കുള്ള അവകാശങ്ങൾ പോലെ തന്നെയാണ്, ഒരു യുവതിക്കുള്ള അവകാശങ്ങൾ പോലെ തന്നെയാണ് ഒരു കേസിൽ കുറ്റാരോപിതനായിട്ടുള്ള ആൾക്കുമുള്ളത്. നമ്മുടെ നിയമവ്യവസ്ഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ലോഗൻ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു നിരപരാധിയെ കുടുക്കാൻ, പെടുത്താൻ ശ്രമങ്ങൾ നടക്കുന്നു എന്ന ബോധ്യം നമുക്കുണ്ടെങ്കിൽ അത് പറയാൻ ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല. അത് നമ്മുടെ റൈറ്റാണ്. നമ്മുടെ നീതിന്യായ വ്യവസ്ഥ നൽകുന്ന ഒരു പരിരക്ഷയാണ്, ഒരു നിരപരാധിക്കുള്ള പരിരക്ഷയാണ്. ഒരു നിരപരാധിയെ കുടുക്കാൻ പാടില്ല, ഒരു നിരപരാധിയും ശിക്ഷിക്കപ്പെടരുത്. ആ പോയിന്റിൽ നിന്നുകൊണ്ടാണ് രാഹുൽ ഈശ്വർ സംസാരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം രാഹുൽ ഈശ്വറിനെ സംബന്ധിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കൊട്ടേഷൻ എടുത്ത ആളൊന്നുമല്ല. എനിക്കറിയാം കാര്യങ്ങൾ. രാഹുൽ ഈശ്വറിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് പുരുഷ കമ്മീഷനാണ്. അതായത് വനിതാ കമ്മീഷൻ പോലെ പുരുഷന്മാർക്ക് വേണ്ടിയിട്ടുള്ളൊരു കമ്മീഷൻ. പുരുഷന്മാർക്കെതിരായി നടക്കുന്ന അതിക്രമങ്ങൾ, അനീതികൾ, സ്ത്രീകൾ പുരുഷന്മാരെ ഹണി ട്രാപ്പ് ചെയ്യുന്നുണ്ട്, സ്ത്രീകൾ പുരുഷന്മാരെ വ്യാജ കേസിൽ കൊടുക്കുന്നുണ്ട്, സ്ത്രീകൾ പുരുഷന്മാരെ വ്യാജ പോക്സോ കേസുകളിൽ കൊടുക്കുന്നുണ്ട്. അങ്ങനെയുള്ള പല 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 വാർത്തകളും നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ അടുത്ത് രാഹുൽ ഈശ്വർ ഇതിനു മുമ്പും ഇതുപോലുള്ള ബോച്ചയുടെയും ഹണി റോസിന്റെയും വിഷയത്തിലും ഇതുപോലെ ഒരു നിലപാടെടുത്തൊരു വ്യക്തിയാണ്. കൃത്യമായ കറക്റ്റ് പ്രോപ്പർ ക്ലാരിറ്റി തന്നിട്ടാണ് രാഹുൽ ഈശ്വർ ഓരോ കാര്യങ്ങളും വ്യക്തമാക്കുന്നത്. അല്ല, അതാണ് ഇതിൽ ഞാൻ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത അഞ്ജന. ഇതിൽ ഈ പറയുന്ന രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന വഴിയേ പോകുന്നൊരു ഏഴാങ്കൂലിയല്ല. അയാളൊരു അഭിഭാഷകനാണ്. ഏതാണ്ട് 10-28 വർഷക്കാലത്തെ മാധ്യമരംഗത്തെ പരിചയവും അഭിഭാഷക രംഗത്തെ പരിചയവും അതുപോലെ തന്നെ പൊതുവിഷയങ്ങളിൽ സജീവമായി ഇടപെട്ടിട്ടുള്ള പരിചയവുമൊക്കെ രാഹുൽ ഈശ്വറിനുണ്ട്. അയാൾ ഇന്നലെ പൊട്ടിമുളച്ച ആളൊന്നുമല്ല. രാഹുൽ ഈശ്വർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സൊസൈറ്റിയിൽ ഒരുപാട് വിഷയങ്ങളിൽ സജീവമായി ഇടപെട്ട് വിജയിച്ച ചരിത്രമുള്ള ആളാണ്. അയാളെ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചു നോക്കുക. അയാൾ ഒരാളെയും അവഹേളിക്കാറില്ല. അതായത് പൊതുവിൽ പ്രതിപക്ഷ ബഹുമാനത്തോടു കൂടി സംസാരിക്കുന്ന ഒരാളാണ് അദ്ദേഹം. മറ്റുള്ളവരെ അഭിസംബോധന ചെയ്യുമ്പോൾ തന്നെ വളരെ എളിമയോടെ, താഴ്മയോടെ, എതിരെ നിൽക്കുന്ന ആളുകളായിരിക്കാം എങ്കിൽ പോലും വളരെ താഴ്മയോടുകൂടി, എളിമയോടുകൂടി സംസാരിക്കുന്ന ഒരാളാണ്. എപ്പോഴും അദ്ദേഹം നമ്മുടെ രാജ്യത്തിൻ്റെ നീതിന്യായ വ്യവസ്ഥയ്ക്ക്, നിയമങ്ങൾക്ക് വലിയ വില കൽപ്പിക്കുന്ന ആളാണ്. നിയമവിരുദ്ധമായി നമ്മളൊന്നും ചെയ്യരുത് എന്ന് ആവർത്തിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നയാളാണ്. നിയമത്തിനുള്ളിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം ഈ സംസാരിക്കുന്നത്. അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണ്, ഒരു പുരുഷ കമ്മീഷൻ ഇവിടെ വേണം. കാരണം നമുക്കറിയാം കേരളത്തിൽ തന്നെ എത്ര കേസുകളുണ്ട്. വ്യാജ പോക്സോ കേസ്, വ്യാജ പീഡന കേസ്. ഇപ്പോൾ നോക്കുക, രാഹുൽ മാങ്കൂട്ടത്തിലെ വേട്ടയാടാൻ നടക്കുന്ന BJP പാലത്തായിയിലെ പപ്പൻ മാഷ് എന്ന് പറയുന്ന അവരുടെ ഒരു നേതാവ് കോടതി ശിക്ഷിച്ചതാണ് അയാളെ. ശിശുപീഡകനാണ്, ഒരു കൊച്ചു പെൺകുട്ടിയെ ശുചിമുറിയിലിട്ട് പീഡിപ്പിച്ചതാണ് എന്ന് കോടതി കണ്ടെത്തി ശിക്ഷ വിധിച്ചയാളാണ് പാലത്തായി പപ്പൻ. ആ പപ്പൻ നിരപരാധിയാണെന്നും പറഞ്ഞിട്ട് ഇവിടെ കിടന്ന് കരയുന്ന സംഘപരിവാറാണ് ഒരു കോടതി കൈവയ്ക്കുക പോലും ചെയ്യാത്തൊരു കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പെണ്ണുപിടിയനാണ്, സ്ത്രീപീഡകനാണ്, പെർവേർട്ടാണെന്നും പറഞ്ഞിട്ട് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക അതിൻ്റെ വൈരുദ്ധ്യം. അതായത് ആളുകളും പാർട്ടിയും ഒക്കെ മാറുന്നതിനനുസരിച്ച് ഇവിടുത്തെ നിയമ സംവിധാനങ്ങളും നീതിയുടെ വിതരണവും ഒക്കെ അവർ പറയുന്ന പോലെ നടക്കണമെന്നാണ് പറയുന്നത്. ഇപ്പം രാഹുൽ ഈശ്വർ പറയുന്ന കാര്യങ്ങളിൽ എന്താണ് തെറ്റ് എന്നുള്ളതാണ്. അതായത് ഇരയെ അവഹേളിക്കാൻ പാടില്ല, ഇരയുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താൻ പാടില്ല, അതൊക്കെ ശരിയാണ്. പക്ഷേ കുറ്റാരോപിതനായ ആളുടെ വാദങ്ങൾ ചൂണ്ടിക്കാട്ടുന്നതിൽ എന്താണ് തെറ്റ്? അത് രാഹുലിന് വേണ്ടിയിട്ടുള്ള PR വർക്കാണ്, രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയുള്ള PR വർക്കാണ്. അത് ഈ പറയുന്നത് പോലെ സൈബർ കൊട്ടേഷനാണ്, അശ്ലീല യൂട്യൂബറാണ് രാഹുൽ എന്നൊക്കെ പറയുന്നവർക്ക് അവരുടെ അജണ്ട പൊളിഞ്ഞു പോകുന്നതിലുള്ള വിഷമമാണ്. ഇന്നലെ വൈകിട്ട് രാഹുൽ ഈശ്വർ വന്ന ചർച്ചകളിലൊക്കെ മാപ്രകളെ ഇരുത്തി പൊരിച്ചു കളഞ്ഞു, കണ്ടിരുന്നോ? തീർച്ചയായിട്ടും കഴിഞ്ഞ 2-3 ദിവസമായിട്ട് അതല്ലേ നടക്കുന്നത്.
ഇപ്പൊ ചർച്ച കാണുന്ന ജനങ്ങൾ പൊട്ടന്മാരൊന്നും അല്ലല്ലോ. ഈ ന്യൂസ് 24 മലയാളത്തിന്റെ തലപ്പത്തിരിക്കുന്ന ആരൊക്കെയാ? എ സനീഷ്, അതുപോലെ ഹർഷൻ പൂപ്പാറക്കാരൻ, ഇവരുടെയൊക്കെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ എടുത്തു നോക്ക്, ഇവർ പൊതുവിടങ്ങളിൽ സ്വീകരിക്കുന്ന നിലപാടെടുത്തു നോക്ക്, പക്ക CPM നിലപാടുകളാണ്. അതാണ് ഞാൻ പറയുന്നത്, മാധ്യമ പ്രവർത്തകർ നിഷ്പക്ഷരായിരിക്കണമെന്ന ആ കാലമൊക്കെ പോയി. ഇപ്പോൾ പരസ്യമായിട്ട് രാഷ്ട്രീയം പറയുക, രാഷ്ട്രീയ അജണ്ടകൾക്ക് വേണ്ടി മാധ്യമ പ്രവർത്തനത്തെ ദുരുപയോഗം ചെയ്യുക എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറി. ഇപ്പോൾ 24 ഇപ്പോൾ റിപ്പോർട്ടർ ചാനൽ നോക്കുക, ഡോക്ടർ അരുൺകുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ അവരും തീവ്രമായ ഇടതുപക്ഷ നിലപാടുള്ള ആളുകളാണ്, CPM നിലപാട് സ്വീകരിക്കുന്ന ആളുകളാണ്. ആൻഡോ അഗസ്റ്റിൻ എന്ന അവരുടെ ഉടമ തന്നെ പച്ചയ്ക്ക് CPM രാഷ്ട്രീയം വിളിച്ചു പറയുന്ന ആളുകളാണ്. ഇപ്പോൾ മാധ്യമപ്രവർത്തകർ രാഷ്ട്രീയമാകാം, പക്ഷേ ഓരോ വിഷയങ്ങളിലും ആ രാഷ്ട്രീയം കലർത്തി മാധ്യമ പ്രവർത്തനം നടത്തുമ്പോൾ അത് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. അത് ബയസ്ഡ് ആയിട്ടുള്ള രാഷ്ട്രീയമാണ്, അത് എത്തിക്സ് അല്ല. ഇപ്പോൾ നോക്കുക, ഈ ന്യൂസ് 24 റിപ്പോർട്ടറും മാറ്റി നിർത്തി മറ്റ് ചാനലുകൾ, ഏഷ്യാനെറ്റ്, മനോരമ, മാതൃഭൂമി, 24, മീഡിയ വൺ ഉൾപ്പെടെയുള്ള ചാനലുകൾ ഒരു മാധ്യമ റിപ്പോർട്ടിംഗ് എന്ന നിലയിലാണ് കാര്യങ്ങളെ കൊണ്ടുപോകുന്നത്. പക്ഷേ ഇവരെന്താ ചെയ്യുന്നത്? ഇവർ ഒരു അജണ്ട സെറ്റ് ചെയ്തിട്ട് അതിലേക്ക് ഒരു കോടതി സെറ്റ് ചെയ്യാണ്, ഒരു കോടതി മുറി സെറ്റ് ചെയ്യാണ്, ചർച്ച എന്ന് പറഞ്ഞിട്ട് ഒരു കോടതി മുറി സെറ്റ് ചെയ്യാണ്. എന്നിട്ട് ഇവർ ജഡ്ജിമാരായിരുന്നിട്ട് അങ്ങ് വിധി കൽപ്പിക്കുകയാണ്. അങ്ങനെ വിധി കൽപ്പിക്കാൻ ഇവരാരാണ്? രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇരയുടെ മൊഴിയുണ്ട്, ശരിയാണ്. പോലീസ് FIR ഇട്ടു, പോലീസ് മൊഴി രേഖപ്പെടുത്തി, പരാതി മുഖ്യമന്ത്രിക്ക് കൊടുത്തു. അതനുസരിച്ച് പോലീസ് നടപടികൾ സ്വീകരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വാഭാവികമായി ഒളിവിൽ പോയി മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് ശ്രമിക്കുന്നു. ഇതൊക്കെ സ്വാഭാവികമായ നടപടിക്രമമാണെന്നേ. അപ്പോൾ ഇതിൽ രാഹുലിനെതിരായ കാര്യങ്ങൾ മാത്രം പ്രൊജക്റ്റ് ചെയ്ത് സംസാരിക്കുമ്പോൾ അതിൻ്റെ മറുവശം സംസാരിക്കണ്ടേ? സ്വാഭാവികമായ ചോദ്യമല്ലേ? ഇപ്പോൾ CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദ മാഷ് മുകേഷിനെതിരായ ലൈംഗികാരോപണത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അന്ന് പറഞ്ഞ കാര്യം എന്താ? എന്തുകൊണ്ട് മുകേഷ് MLA സ്ഥാനം രാജിവെക്കുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ ഗോവിന്ദ മാഷ് പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ രാജ്യത്ത് ഭയങ്കര തത്വചിന്തയാണ്, വൈരുദ്ധ്യാത്മക ഭൗതികവാദവും മസ്തിഷ്ക പ്രക്ഷാളനവും ഒക്കെ ഇട്ട് കുഴച്ചെടുത്തിട്ട് ഗോവിന്ദ മാഷ് ഒരു സാധനം അങ്ങ് വിളമ്പി. ഈ രാജ്യം മുഴുവനായിട്ട് ഇത്ര MLA മാരും MP മാരും ലൈംഗികാരോപണത്തിൽ പെട്ടിട്ടുണ്ട്, അവരൊക്കെ രാജിവെച്ചിട്ടുണ്ടോ? അതാണ് ആദ്യത്തെ ചോദ്യം. അത് കഴിഞ്ഞിട്ട് പറയാണ്, ഒരു ലൈംഗിക ആരോപണം ഉയർന്നതിൻ്റെ പേരിൽ ഒരു ജനപ്രതിനിധിയെ രാജിവെപ്പിച്ചാൽ ആ ലൈംഗികാരോപണ കേസിൽ അയാൾ കുറ്റവിമുക്തനായി എന്ന് വന്നാൽ ഈ ജനപ്രതിനിധിയെ തിരിച്ചെടുക്കാൻ കഴിയില്ല, അതുകൊണ്ട് രാജിവെക്കേണ്ടതില്ല. ഇത് പറഞ്ഞ ആളുകളാണിപ്പോൾ സമാനമായ രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു പരാതി വന്നപ്പോൾ അതിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തൻ്റെ ഭാഗത്ത് ന്യായമുണ്ട് എന്ന് തെളിയിക്കുന്ന തെളിവുകൾ സീൽഡ് കവറിൽ കൊണ്ടുപോയി കോടതിയിൽ കൊടുത്തിട്ടും അതൊന്നും പരിഗണിക്കാതെ ഇരയുടെ മൊഴി എന്നത് മാത്രം കണക്കിലെടുത്തുകൊണ്ട് രാഹുലിനെതിരെ കടന്നാക്രമണം നടത്തുകയാണ്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു നീതിയും, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലൈംഗികാരോപണം വരുമ്പോൾ കോൺഗ്രസ് നേതാവിനെതിരെ ലൈംഗികാരോപണം വരുമ്പോൾ അയാൾ രാജിവെക്കണമെന്ന് പറയുകയും CPM നേതാവിനെതിരെ ലൈംഗികാരോപണം, CPMൻ്റെ MLAക്കെതിരെ ലൈംഗികാരോപണം വരുമ്പോൾ അത് പാർട്ടി അന്വേഷിച്ച് കണ്ടെത്തി പരിഹരിക്കുമെന്ന് പറയുകയും അത് രാജിവെക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലെത്തുകയും ചെയ്യുന്നതാണ് ഇരട്ടത്താപ്പ്. അതാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. അവിടെ ശ്രദ്ധിക്കണം, പാർട്ടിയുടെ പിന്തുണ അവിടെ 100% ഉണ്ട്. ഇവിടെ അങ്ങനെ ഒരു കാര്യമേ ഇല്ല എന്നുള്ളതാണ്. അല്ല, അത് കോൺഗ്രസിന്റെ മര്യാദയാണ്, മാന്യതയാണ്. കോൺഗ്രസ് രാഹുലിനെ പുറത്തു നിർത്തി, രാഹുലിനെ തള്ളി പറഞ്ഞു. അതാണ് ചെയ്യേണ്ടത്. കേസിൽ കുറ്റവിമുക്തനാകുന്നത് വരെ രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തു നിൽക്കട്ടെ. ഇതിലും മികച്ചൊരു നിലപാട് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എങ്ങനെയാണ് എടുക്കുക? എന്നിട്ടും കോൺഗ്രസ് രാഹുലിനെ സംരക്ഷിച്ചു എന്ന് പറഞ്ഞ് ഇവിടെ കോൺഗ്രസിനെതിരെ ചർച്ചകൾ നടത്തുകയാണ് CPM. അതിൻ്റെ ലക്ഷ്യം തദ്ദേശ തെരഞ്ഞെടുപ്പാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന, അല്ലെങ്കിൽ തിരിച്ചറിയാൻ, മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. എന്തായാലും ഞാൻ പറയുന്നൊരു കാര്യം അഞ്ജന, ഇതിൽ രാഹുൽ ഈശ്വറിൻ്റെ ഇടപാടാണല്ലോ, അല്ലെങ്കിൽ രാഹുൽ ഈശ്വറിൻ്റെ ഇടപെടലാണല്ലോ ചർച്ച. ഈ രാഹുൽ ഈശ്വർ ഇതിൽ നടത്തിയ ഇടപെടലുകൾ ഇല്ലായിരുന്നുവെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗം പറയാൻ ആരും ഉണ്ടാകില്ലായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗം കേൾക്കുക പോലുമില്ലായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ഇപ്പോഴുയരുന്ന ഈ മുറവിളികൾ, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്തും ശരിയുണ്ട് എന്ന കാര്യമൊന്നും ഈ മാധ്യമങ്ങൾ നമ്മളെ കേൾപ്പിക്കില്ലായിരുന്നു. ഇത് മാധ്യമങ്ങൾ ഒരു അജണ്ട സെറ്റ് ചെയ്ത് രാഹുൽ മാങ്കൂട്ടത്തിനെ വേട്ടയാടുമ്പോൾ അത് അങ്ങനെയല്ല, ഇതിന് ഇങ്ങനെയൊരു ഭാഗമുണ്ട്, ഇതുകൂടി ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞ് നിരന്തരമായി മാധ്യമങ്ങളുടെയും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാഷ്ട്രീയ എതിരാളികളുടെയും നിരന്തരമായ ആരോപണങ്ങളെ പൊളിച്ചടുക്കി രാഹുൽ ഈശ്വർ ഒരു വശത്ത് നിന്നതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ പല കാര്യങ്ങളിലും വലിയ ചർച്ചകൾ വന്നത്.
അതിൽ രാഹുൽ ഈശ്വറിന് ജനങ്ങളുടെ ഒരു വലിയ സപ്പോർട്ട് ഉണ്ട് ഇപ്പോൾ. പിന്നെ തീർച്ചയായിട്ടും രാഹുൽ ഈശ്വറിന് പാർട്ടി സപ്പോർട്ട് മാത്രമേ, കോൺഗ്രസ്സുകാർ മാത്രം സപ്പോർട്ട് ചെയ്യുന്നൊക്കെ പറയുന്നത് വെറുതെയാ. സ്ത്രീകളും കുട്ടികളും യുവാക്കളും കുടുംബാംഗങ്ങളും എല്ലാവരും രാഹുൽ ഈശ്വറിനെ വലിയൊരു വിഭാഗം ആളുകൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് രാഹുൽ ഈശ്വർ യാഥാർത്ഥ്യം പറയുന്നു എന്നുള്ളത് കൊണ്ടാണ്. ഇപ്പോൾ ഈ യുവതി വിവാഹം കഴിച്ചതാണ് എന്ന കാര്യം മാധ്യമങ്ങൾ മുഴുവൻ മൂടിവെച്ചു. രാഹുൽ ഈശ്വർ പറഞ്ഞപ്പോഴാണ് അങ്ങനെ ഒരു വേർഷൻ വന്നത്. അപ്പോൾ ഞാൻ പറയുന്നത്, രാഹുൽ മാങ്കൂട്ടത്തിൽ മോറലി തെറ്റാണ് എന്ന് പറഞ്ഞിരുന്ന ആളുകൾ അപ്പോൾ ചോദിച്ചപ്പോൾ യുവതി, ഭർത്താവുള്ള യുവതി എങ്ങനെയാണ് അപ്പോൾ രാഹുലുമായിട്ട് ഈ ബന്ധത്തിൽ ഏർപ്പെടുന്നത്, അതിലൊരു പ്രശ്നമുണ്ടല്ലോ എന്ന മട്ടിൽ ചിന്തിക്കാൻ തുടങ്ങി. അപ്പോൾ മാധ്യമങ്ങൾ അടുത്ത കഥയുമായിട്ട് വന്നു, 4 ദിവസമേ യുവതി ഭർത്താവിനൊപ്പം താമസിച്ചുള്ളൂ, 1 മാസത്തിനകം വിവാഹം ഒഴിഞ്ഞു എന്ന്. ഈ ഇന്ത്യ മഹാരാജ്യത്ത് വിവാഹം ഒഴിയുക എന്ന് പറയുന്നൊരു പരിപാടിയില്ല. ഒന്നുകിൽ ഡിവോഴ്സ് ആവണം, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ വിവാഹിതരായി മാർഷൽ സ്റ്റാറ്റസ്, മാരീഡ് എന്നുള്ള സ്റ്റാറ്റസിൽ നിൽക്കണം. അതല്ലേ ഉള്ളൂ. അല്ലാതെ വിവാഹം ഒഴിയുക എന്നുള്ളത് എന്ത് കോണ്ടെക്സ്റ്റാണ്? അപ്പോൾ രാഹുൽ ഈശ്വർ എന്ത് ചെയ്തു? ഭർത്താവിനെ വിളിച്ചു. ഭർത്താവ് പറഞ്ഞു ഇപ്പോഴും മാരീഡാണ്, ഡിവോഴ്സ്ഡ് ആയിട്ടില്ല. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ത് ചെയ്തു? അതേ സമയത്ത് തന്നെ തിരുവനന്തപുരത്ത് കോടതിയിൽ കുറേ തെളിവുകൾ കൊടുത്തു. അതിൽ ഈ യുവതി ഭർത്താവിനൊപ്പമാണ് ജീവിച്ചിരുന്നത്, താമസിച്ചിരുന്നതിന് തെളിവുകളുണ്ട്. ഈ പീഡിപ്പിച്ചു എന്ന് പറയുന്ന സമയത്തും യുവതി ഭർത്താവിനൊപ്പമാണ് അത്രയും താമസിച്ചിരുന്നത്, അതിൻ്റെ ഡിജിറ്റൽ തെളിവുകളുണ്ട്. ചിലപ്പോൾ ഫോണായിരിക്കും. രാഹുൽ ചോദിക്കുകയാണ് എവിടെയാണ് നീ എന്ന് ചോദിക്കുമ്പോൾ അപ്പുറത്ത് പറയുന്നു ഭർത്താവ് ഉണ്ട് വീട്ടിൽ, ഞാൻ പിന്നെ വിളിക്കാട്ടോ എന്ന് കട്ട് ചെയ്തതായിരിക്കും. പറയാൻ പറ്റില്ല. ചിലപ്പോൾ അതായിരിക്കും ഡിജിറ്റൽ തെളിവ്. അല്ലെങ്കിൽ ടവർ ലൊക്കേഷൻ നോക്കി കഴിയുമ്പോൾ അറിയാൻ പറ്റുമല്ലോ ഇന്ന സമയങ്ങളിൽ ഇന്ന വീട്ടിൽ ഇവരുണ്ടായിരുന്നു എന്നുള്ളത്. അപ്പം അതിനൊക്കെ പല പല സാധ്യതകൾ. അപ്പോൾ ആ സാധ്യതകളിലേക്ക് അല്ലെങ്കിൽ ആ വിവരങ്ങളിലേക്കൊക്കെ വിരൽ ചൂണ്ടുന്ന നിർണായകമായ ഇടപെടൽ രാഹുൽ ഈശ്വർ നടത്തിയിട്ടുണ്ട്. അത് മാത്രമല്ല, ഈ സാധാരണക്കാർക്ക് ഇപ്പം നിയമവശങ്ങളൊന്നും അറിയത്തില്ലായിരിക്കില്ല. ഇന്ന പോലെ സംഭവം ഉണ്ട്, ഇങ്ങനെ ഒരു കാര്യമുണ്ട്. ഇതിപ്പോൾ രാഹുൽ ഈശ്വർ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായിട്ടാണ് പറയുന്നത് അല്ലെ? അദ്ദേഹത്തിന്റെ ചാനൽ വഴി അതെല്ലാം വളരെ വ്യക്തമായിട്ട് കാണിക്കുകയും പറയുകയും അത് ജനങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുന്നുള്ളൊരു വലിയൊരു കാര്യമാണ്. അല്ല, അതാണ് അതിനൊക്കെ പിന്നിലുള്ള ഒരു മോട്ടീവ് എന്ന് പറയുന്നത്. ഈ റിപ്പോർട്ടറിൽ അരുൺകുമാറൊക്കെ പറയുന്നത് പോലെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ PR എടുത്ത് രാഹുൽ ഈശ്വർ പ്രവർത്തിക്കുന്നതുകൊണ്ടല്ല. നേരെ മറിച്ച് രാഹുൽ ഈശ്വറിൻ്റെ ലക്ഷ്യം പുരുഷ കമ്മീഷനാണ്. ഈ പുരുഷ കമ്മീഷൻ എന്ന് പറയുന്നത് എന്താണ്? പുരുഷന്മാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബോഡി, ഒരു നിയമം. അത് വേണമെന്നാണ് രാഹുൽ ഈശ്വർ ആവശ്യപ്പെടുന്നത്. നിരവധി പുരുഷന്മാരുടെ ജീവിതം വ്യാജ പരാതികളിൽ തുലഞ്ഞിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണെന്നേ. നമ്മൾ എത്രയെത്ര വാർത്തകൾ കാണുന്നുണ്ട്. ഈ അടുത്ത കാലത്ത് പോലും അത്തരം വാർത്തകൾ നമ്മുടെ കണ്ണ് നനയിച്ചിട്ടുണ്ട്. ഒരു പാവപ്പെട്ട വൃദ്ധനെ ഒരു പെൺകുട്ടി കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ എത്ര നാളാണ് ജയിലിലെടുത്തത്. അങ്ങനെ എത്ര ആളുകളുണ്ട്. അപ്പം അങ്ങനെ നിയമം, സ്ത്രീകൾക്ക് വേണ്ടിയുള്ള, സ്ത്രീകൾക്ക് അനുകൂലമായിട്ടുള്ള നിയമങ്ങൾ ദുരുപയോഗം ചെയ്യപ്പെടുന്നവർക്കെതിരെയും കടുത്ത നടപടി വേണം, അതിനൊരു കമ്മീഷൻ വേണമെന്നാണ് രാഹുൽ ഈശ്വർ പറയുന്നത്. അതിലെന്താണ് തെറ്റ്? അപ്പം അങ്ങനെയുള്ള കേസുകൾക്ക് പുറകെ രാഹുൽ ഈശ്വർ ഉണ്ടാകും. അതായത് യുവതികൾ പുരുഷന്മാരെ, സ്ത്രീകൾ പുരുഷന്മാരെ ആവശ്യത്തിന് ശേഷം വലിച്ചെറിയുകയും അല്ലെങ്കിൽ സ്ത്രീകൾ പുരുഷന്മാരെ കൊടുക്കാൻ വേണ്ടി തങ്ങളുടെ സ്ത്രീത്വത്തെ ഉപയോഗിച്ച് വ്യാജ പരാതികൾ ഉന്നയിക്കുകയും ചെയ്യുന്നിടത്ത് രക്ഷകനായി താനും തൻ്റെ മെൻസ് കമ്മീഷനും ഉണ്ടാകും എന്ന് പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് രാഹുൽ ഈശ്വർ ഈ കണ്ട പണി മുഴുവൻ എടുക്കുന്നതെന്നേ. അതിൽ അദ്ദേഹത്തിന് വ്യക്തിപരമായ ലാഭങ്ങളുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ മറ്റൊരു കാര്യം. അദ്ദേഹം ഒരു അഭിഭാഷകനാണ്, അതുമായി ബന്ധപ്പെട്ട കേസുകൾ കൈകാര്യം ചെയ്യാൻ കഴിയുമായിരിക്കും, അതുമായി ബന്ധപ്പെട്ട് പേരെടുക്കാൻ കഴിയുമായിരിക്കും, അതൊക്കെ അദ്ദേഹത്തിൻ്റെ കാര്യം. പക്ഷേ അദ്ദേഹം ചെയ്യുന്നതിൽ എന്താണ് തെറ്റ്? അതാണ് എൻ്റെ ചോദ്യം. ഒരു രാജ്യത്ത് കുറ്റാരോപിതന് അവകാശങ്ങളുണ്ട്. നിരപരാധിയായ ഒരാളെ ശിക്ഷിക്കാൻ ഇവിടെ വകുപ്പില്ല, ശിക്ഷിക്കപ്പെടരുത് എന്നാണ് നമ്മുടെ നിയമവ്യവസ്ഥ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു സംശയം തോന്നിയാൽ അതിൽ ഇടപെട്ടുകൊണ്ട് അതിൽ ഇടപെട്ടുകൊണ്ട് ഒരു നിരപരാധിയെ സംരക്ഷിക്കാൻ വേണ്ടി രാഹുൽ ഈശ്വർ നടക്കുകയാണ്, ഇറങ്ങിത്തിരിക്കുകയാണെന്ന് രാഹുൽ ഈശ്വർ പറഞ്ഞാൽ അതിലെവിടെയാണ് നിയമപരമായി തെറ്റുള്ളത്? അതാണ് എൻ്റെ ചോദ്യം. അതുകൊണ്ട് തന്നെ ഈ രാഹുൽ ഈശ്വർ നടത്തുന്ന ഈ പോരാട്ടം, അതായത് രാഹുൽ ഈശ്വർ ഈ വിഷയത്തിൽ ഇടപെട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന നീക്കങ്ങളൊക്കെ അത് ഈ കേസിനെ അല്ലെങ്കിൽ ഈ കേസിന്മേൽ ചില അജണ്ട സെറ്റ് ചെയ്ത് വന്നവരെ വല്ലാത്ത രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. അത് അവരുടെ പല അജണ്ടകളും തകരാൻ രാഹുൽ ഈശ്വർ കാരണമായിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിന്തുണയ്ക്കുന്നവരെ സംബന്ധിച്ച് രാഹുൽ ഈശ്വർ ഒരു വലിയ അനുഗ്രഹമാണ് എന്ന് തന്നെ പറയേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്.